യെസ്, IPL ഈസ് ഓൺ. ബാറ്റർമാർക്ക് മാത്രമല്ല ബോളർമാർക്കും റോളുണ്ടെന്ന് തെളിയിച്ച അവസാനം വരെയും ത്രില്ലടിപ്പിച്ചൊരു മത്സരം. പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് ബലാബലത്തിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. ചിന്നസ്വാമിയും വാങ്കഡയും പരസ്പരയും കടന്ന IPL ന്യൂ ചണ്ഡീഗഡ് മുള്ളൻപൂർ സ്റ്റേഡിയത്തിലെത്തുമ്പോൾ ഓരോ നിമിഷവും വിൻ പ്രെഡിക്റ്ററുകൾ മാറിമറിഞ്ഞു. ഭേദപ്പെട്ട തുടക്കം ലഭിച്ചിട്ടും മധ്യ ഓവറുകളിൽ പഞ്ചാബ് ബോളിംഗിൽ നിരായുധരായ ഗുജറാത്ത് ടൈറ്റൻസ് അനായാസം പഞ്ചാബ് ചേസ് ചെയ്യുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ഇമ്പാക്റ്റ് പ്ലെയറായി എത്തി ഗുജറാത്തിനെ കളിയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന പ്രസിദ്ധ് കൃഷ്ണ ഏറ്റവും ഒടുവിൽ എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് തൻ്റെ IPL അരങ്ങേറ്റം അവിസ്മരണീയമാക്കിയ കൂപ്പർ കണോലി. മിനി ലേലത്തിന് മുമ്പായി ജോഷ് ഇംഗ്ലീസിനെ റിലീസ് ചെയ്താണ് കൂപ്പർ കണോലിയെ പഞ്ചാബ് ടീമിലെത്തിച്ചത്. IPL ഏതാനും മാച്ചിൽ മാത്രമാകും തൻ്റെ സേവനമുണ്ടാകുക എന്ന ഇംഗ്ലീസിൻ്റെ ഡിസിഷനായിരുന്നു ഓസീസ് താരത്തെ റിലീസ് ചെയ്യാൻ കാരണം. റീപ്ലേസ്മെൻറ്റായി ലേല ടേബിളിൽ വൻ തോക്കുകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു IPL പോലും കളിക്കാത്ത യുവതാരത്തെ എത്തിക്കുക എന്ന ചലഞ്ച് ഏറ്റെടുക്കാനായിരുന്നു ഫ്രാഞ്ചൈസിയുടെയും പരിശീലകൻ റക്കി പോണ്ടിങ്ങിൻ്റെയും തീരുമാനം. 3 കോടി ചെലവിട്ട് കൊണോലിയെ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് പഞ്ചാബിന് കേൾക്കേണ്ടി വന്നത്. ബിഗ് ബാഷിൽ തിളങ്ങിയ പലരും IPL നനഞ്ഞ പടക്കമായി മാറിയ മുൻകാല ചരിത്രം ഓർമ്മപ്പെടുത്തിയുള്ള പ്രതികരണങ്ങൾ. എന്നാൽ എല്ലാ വിമർശകർക്കും മറുപടി നൽകാൻ അയാൾക്ക് വേണ്ടി വന്നത് ഒരേ ഒരു ഇന്നിങ്സ് മാത്രമായിരുന്നു. മുഹമ്മദ് സിറാജും കഗിസോർ അബാഡയും റാഷിദ് ഖാനുമെല്ലാം അടങ്ങിയ ഗുജറാത്തിൻ്റെ കരുത്തുറ്റ ബോളിംഗ് യൂണിറ്റിനെതിരെ തകർത്തടിച്ച ഡെങ്കിയൻ ബാച്ചർ മറുഭാഗത്ത് തുടരെ വിക്കറ്റുകൾ വീഴുമ്പോഴും പതറാതെ മുന്നേറി. ഒടുവിൽ സാവിർ ബെത്ലെറ്റിനെ കൂട്ടുപിടിച്ച് അവസാന ഓവറിൽ ടീമിനെ വിജയ തീരുമാനിച്ച ശേഷമാണ് കൊണോലി ഡഗ്ഔട്ടിലേക്ക് മടങ്ങിയത്. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച്. പഞ്ചാബിനായി IPL അരങ്ങേറ്റ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന 3ാമത്തെ ഓസീസ് താരമായും കൊണോലി മാറി. മുൻ ഓസീസ് താരം ഷോൺ മാർഷിൻ്റെ ബാറ്റിംഗ് ശൈലിയെ ഏറെ ഇഷ്ടപ്പെടുന്ന യുവതാരം മറ്റൊരു ഷോൺ മാർഷാകുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചാബ് ആരാധകർ. പോയ സീസണിൽ നിന്ന് കാര്യമായ പൊളിച്ചുപണികൾ നടത്താതെയാണ് ഇരു ടീമുകളും 19ാം പതിപ്പിൽ ആദ്യ അംഗത്തിനിറങ്ങിയത്. പോയ സീസണിൽ ടീമിൻ്റെ കരുത്തായ സായ് സുദർശൻ ശുഭ്മാൻ ഗിൽ ഓപ്പണിംഗ് സഖ്യം ഭേദപ്പെട്ട തുടക്കമാണ് ഗുജറാത്തിന് നൽകിയത്. മാർക്കോ യാൻസന്റെ 4ാം ഓവറിൽ മിഡ് ഓഫിൽ ക്യാച്ച് നൽകി സായ് സുദർശൻ ഡഗ്ഔട്ടിലേക്ക് മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 37 റൺസ് ഉണ്ടായിരുന്നു. പവർ പ്ലേ ഓവർ പിന്നിടുമ്പോൾ 54 റൺസ് അക്കൗണ്ടിൽ ചേർക്കാനും മുൻ ചാമ്പ്യന്മാർക്കായി. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതേ വേഗത്തിൽ സ്കോറിംഗ് ഉയർത്താൻ ഗില്ലിനും ജോസ് ബട്ട്ലർക്കുമായില്ല. പോയ സീസണിലെ ഷാഡോ മാത്രമായി ബട്ട്ലർ മാറുന്ന ദയനീയ ചിത്രം. പലപ്പോഴും ഗിൽ ബട്ട്ലർ പാർട്ണർഷിപ്പിൽ പിറന്നത് സിംഗിളുകളും ഡബിളുകളും മാത്രം. 10ാം ഓവറിൽ ഗുജറാത്ത് നായകൻ മടങ്ങുമ്പോൾ 83 റൺസായിരുന്നു സ്കോർ ബോർഡിലുണ്ടായിരുന്നത്. 27 പന്തിൽ 39 റൺസ് എടുത്ത ഗില്ലിൻ്റെ ബാറ്റിൽ നിന്ന് ഒരു സിക്സർ പോലും പറന്നില്ല. മാറിയ T20 ശൈലിയോട് ചേരാൻ ഗില്ലിന് ഇനിയും സമയമെടുക്കുമെന്ന് വ്യക്തമാക്കുന്നത് കൂടിയായിരുന്നു ആ ഇന്നിങ്സ്. പിന്നീടെത്തിയ ഗ്ലെൻ ഫിലിപ്സ്, വാഷിംഗ്ടൺ സുന്ദർ, ഷാറൂഖ് ഖാൻ എന്നിവരൊന്നും അവസരത്തിനൊത്തു ഉയരാതെ വന്നതോടെ ഗുജറാത്തിൻ്റെ സ്കോർ 162 ഒതുങ്ങി. ഗുജറാത്തിന് പൂട്ടിയിട്ടതിൽ ശ്രേയസ് അയ്യരുടെ മിടുക്കും കാണാതിരുന്നുകൂടാ. മറുപടി ബാറ്റിംഗിൽ പ്രിയാൻ ഷാരിയെ തുടക്കത്തിൽ നഷ്ടമായെങ്കിലും കൂപ്പർ കണോലി പ്രഭ് സിമ്രാൻ സഖ്യം പഞ്ചാബിനായി രക്ഷാദൗത്യം ഏറ്റെടുത്തു. റബാഡെ എറിഞ്ഞ ഇന്നിങ്സിലെ 4ാം ഓവറിൽ 3 സിക്സറടക്കം 19 റൺസാണ് ഇരുവരും ചേർന്ന് അടിച്ചെടുത്തത്. മധ്യ ഓവറിൽ പ്രഭ് സിമ്രാനെ വീഴ്ത്തി റാഷിദ് ഖാൻ ഗുജറാത്ത് പ്രതീക്ഷ കാത്തെങ്കിലും ഫിയർലെസ് അപ്രോച്ചുമായാണ് ശ്രേയസ് അയ്യർ ബാറ്റ് വീശിയത്. എന്നാൽ 13ാം ഓവറിൽ പ്രസിദ്ധ് കൃഷ്ണയെ ഗിൽ പന്തേൽപ്പിച്ചതോടെ കളിയുടെ മൊമെൻ്റം മാറി തുടങ്ങി. അതുവരെ വിരസമായി പോയിക്കൊണ്ടിരുന്നൊരു മത്സരം ആവേശത്തിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്തു. തൻ്റെ ആദ്യ പന്തിൽ തന്നെ പഞ്ചാബ് നായകൻ അയ്യരെ മടക്കി പ്രസിദ്ധ് ടീമിനായി ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. തൊട്ടടുത്ത ഓവറിൽ നേഹൽ വധേരയെ വാഷിംഗ്ടൺ സുന്ദർ ഗില്ലിൻ്റെ കൈകളിലെത്തിച്ചതോടെ ഗുജറാത്ത് ഡഗ്ഔട്ടിൽ പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം വന്നു തുടങ്ങി. തൊട്ടടുത്ത ഓവറിൽ പ്രസീദിൻ്റെ വീണ്ടും ഒരു പ്രഹരം. പഞ്ചാബിൻ്റെ ക്രൈസിസ് മാനേജർ ശശാങ്ക് സിംഗാണ് ഇത്തവണ കെണിയിൽ വീണത്. ഇതേ ഓവറിൽ വലിയ ഷോട്ടിന് ശ്രമിച്ച് മാർക്കസ് സ്റ്റോയിനിസ് കൂടി മടങ്ങിയതോടെ പഞ്ചാബ് ക്യാമ്പിൽ ആശങ്ക പടർന്നു തുടങ്ങി. 118-6 എന്ന നിലയിലായിരുന്നു ഈ സമയം പഞ്ചാബ്. എന്നാൽ മികച്ച ഫോമിലുള്ള കൊണോലി നിർണായക ഘട്ടത്തിൽ 4ഉം 6ഉം നേടി സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ 18ാം ഓവറിൽ ഹാർഡ് ഹീറ്റർ മാർക്കോ യാൻസൻ കൂടി കൂടാരം കയറിയതോടെ മുള്ളൻപൂർ സ്റ്റേഡിയം നിശബ്ദതയിലേക്ക് മാറി. 2 ഓവർ ബാക്കി നിൽക്കെ കിങ്സിന് വിജയത്തിലേക്ക് വേണ്ടത് 12 പന്തിൽ 16 റൺസ്. കൈവശമുള്ളത് 3 വിക്കറ്റ് മാത്രം. നിർണായകമായ 19ാം ഓവർ എറിയാൻ ഗിൽ പന്തേൽപ്പിച്ചത് വിശ്വസ്തനായ പേസർ പ്രസീദിനെ തന്നെ. എന്നാൽ പ്രസീദിന് ക്യാപ്റ്റൻ്റെ പ്രതീക്ഷ കാക്കാനായില്ല. ആദ്യ പന്ത് തന്നെ ഡീപ്പ് വിക്കറ്റിലൂടെ ഗാലറിലെത്തിച്ച് സാവിയർ ബെത്ലെറ്റിൻ്റെ ഒന്നാന്തരം ഒരു ഹിറ്റ്. ചോക്കേഴ്സ് എന്ന് വിളിക്കാൻ കാത്തിരുന്നവർക്ക് മുന്നിൽ ഇത് പോയ കാലത്തെ പഞ്ചാബിലെന്ന കൃത്യമായ സ്റ്റേറ്റ്മെൻ്റായിരുന്നു ആ ഷോട്ട്. ഇതേ ഓവറിൽ മറ്റൊരു ബൗണ്ടറി കൂടി നേടി കൊണോലി പഞ്ചാബിനായി മത്സരം സീൽ ചെയ്തു. പഞ്ചാബിനെ മധ്യനിരയിലടക്കം പരിഹരിക്കാൻ പ്രശ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. എന്നാൽ പോയ സീസണിലെ ഫയർ കെട്ടുപോയിട്ടില്ലെന്ന് ആദ്യ മത്സരത്തിൽ തന്നെ പഞ്ചാബ് തെളിയിച്ചിട്ടുണ്ട്. 2025 ഫൈനലിസ്റ്റായിരുന്നുവെങ്കിൽ ഇത്തവണ കിരീടം തന്നെയാണ് ലക്ഷ്യമെന്ന കൃത്യമായ സൂചനയാണ് ഈ മത്സരം. വെള്ളിയാഴ്ച ചെപ്പോക്കിൽ ചെന്നൈക്കെതിരെയാണ് പഞ്ചാബിൻ്റെ അടുത്ത അംഗം.
മുറിവേറ്റെത്തുന്ന ചെന്നൈയെ മറയ്ക്കാനുള്ള കരുത്തുണ്ടോ പഞ്ചാബിന്? കാത്തിരിക്കാം ഒരു ഹെവി വെയ്റ്റ് പോരാട്ടത്തിനായി.